ആ രാക്ഷസി ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ അടിയൊന്നും നടക്കുന്നില്ലല്ലോ. ആരാണപ്പാ ഇത്? എന്റെ വലിയ ഭഗവതിയാണ്. ഇന്നലെ രാത്രി മുഴുവൻ ഇയാൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. വാ, അകത്ത് വാ. സാറില്ലേ? ഉണ്ട്. അയ്യോ, പേടിക്കണ്ട, തല്ലില്ല. ഇതാണ് എന്റെ മക്കള്, കാദംബരി, ശിവപാർവതി, കിങ്ങിണി. കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ലേ? എനിക്ക് കുട്ടികളില്ല ചേച്ചി. അയ്യോ, അപ്പൊ ഇന്നലെ പറഞ്ഞതോ എന്റെ മക്കളെ തല്ലിയെന്നെങ്കിൽ കാണാമെന്ന്? അതൊരു ആവേശത്തിന് പറഞ്ഞതാ, കെട്ടിയിട്ടില്ല. അയ്യോ, അത് ശരി. ദേ, ആരാ വന്നിരിക്കുന്ന നോക്കിയേ. ആരാത്? ഇന്നലെ എന്നെ തല്ലിയപ്പോ രക്ഷിച്ച ആളാ. പേടിക്കണ്ട, ചെല്ല്. എവിടെ പോവാൻ പോവാ? ഇന്ദു ഇന്നലെ പറഞ്ഞതുപോലെ ഒന്നുമല്ല മാഷ്. ആ അടിക്ക് ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വേദനിച്ചില്ല. വേദനിപ്പിക്കാൻ അറിയൂല. ചെല്ല്. തെറ്റാരുടെ ഭാഗത്തായാലും ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പെരുമാറിയത് ശരിയായില്ല. ഞാൻ സോറി പറയാൻ വന്നതാ. സോറി. യെസ്, റിസീവ്ഡ്. ഞാൻ സാറിന്റെ ഒരു ആരാധകയാണ്. ആഹാ, എവിടെയാ പഠിച്ചത്? എന്തേ? അല്ല, ഈ മൈക്രോ സിനിമോളജി, മൊബൈൽ SMS-ഓളജി എന്നൊക്കെ പറയുന്നത് പോലെ ബയോ ആരാധനോളജി പഠിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചത്. സാറിനെ കളിയാക്കല്ലേ? കളിയാക്കുന്ന ഞാനൊന്നുമല്ല. ആരാധനയാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ ഒരു പെണ്ണ് വന്ന് പറഞ്ഞ ഉടനെ അട്ടിമുടി ഉരുകി പോകുന്ന കലാകാരനൊന്നുമല്ല ഞാൻ. നിന്റെയൊക്കെ വിചാരം ഭർത്താക്കന്മാരെന്ന് പറയുന്നത് ഭാര്യമാർക്കിട്ട് തല്ലാൻ വേണ്ടി മാത്രം ജനിച്ചൊരു വർഗ്ഗമെന്നാ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭാര്യമാരെ വേദനിപ്പിക്കുമ്പോ ആ ഭർത്താവ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നുള്ളത് നിനക്കറിയാമോ? എന്തിനാ നിന്റെ പുരോഗമനവാദത്തിൽ അതൊന്നും പെടില്ലേ? അല്ല പിന്നെ. ലൂക്കോസേ, വണ്ടി എടുക്കടാ. സുഖമാണല്ലോ അല്ലേ? ആ സാർ. ഇന്നലെ കണ്ടത് അച്ഛനാ? അതെ സാർ. പേര്? അച്യുത പണിക്കർ. നമ്മുടെ ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ പഠിത്തമൊക്കെ ഉടൻ വരെയായി? പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു സാർ. സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ചെല്ലക്കിളി പാവാ. ഹായ്, ആരാണിത്? സുന്ദരിക്കുട്ടി എങ്ങനെ ഇവിടെ എത്തി? ഹലോ. ചേച്ചി തനിച്ചിങ്ങനെ ഷോപ്പിംഗ് വരാറുണ്ടോ? എന്തേ, എന്നെ ആരെങ്കിലും പിടിച്ച് വീഴുമോ? അതല്ല, ഇത്രയും വലിയ ആളുടെ ഭാര്യയായിട്ട് തനിച്ചൊക്കെ ഷോപ്പില്. അതെന്താ, ഇത്രയും വലിയ ആളുടെ ഭാര്യക്കും മക്കൾക്കും വിശക്കൂലേ? അതെ, ഇന്നലെ വീട്ടിൽ വന്നപ്പോ എന്നോട് പെരുമാറിയ തീരെ ശരിയായില്ല. ഇത്തിരി തേയിലിട്ടെത്തി വെള്ളം കുടിക്കാതെ വലിയ ഗമയിലങ്ങ് പോയില്ലേ, അത് ശരിയായില്ല എന്ന്. ഓ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ ചേച്ചി. ആ തേയില വെള്ളം ഐസ്ക്രീം രൂപത്തിൽ നമുക്ക് ഇപ്പൊ അങ്ങ് പരിഹരിക്കാം. മക്കളെ, ബോൾ ഐസ്ക്രീം എങ്ങനെയുണ്ട്? നിനക്ക് അവരോട് പോണോ? വയ്ക്കോ. മുഴുവനും തീർക്കണം. ഐസ്ക്രീം കഴിച്ച് പാർക്കിൽ പോയി തല കുത്തി മറിഞ്ഞ് അടിച്ചു പൊളിച്ചിട്ടേ നമ്മളിന്ന് പോവും. ഓക്കേ? വെരി ഗുഡ്. ആന്റിയോട് താങ്ക്സ് പറയണ്ടേ? ആന്റി ഒന്ന് വിളിക്കണ്ട, അതൊരു സുഖമില്ലാത്ത വിളിയാ. എന്നാ ഐസ്ക്രീം ചേച്ചിന്ന് വിളിക്കാം. അത് ഐസ്ക്രീം കിട്ടാൻ വേണ്ടിട്ട് വിളിക്കാന്ന് വിചാരിക്കും. വേറെ പേര് പറ. ചേച്ചിന്ന് വിളിച്ചാലോ? നമുക്കിപ്പൊ തന്നെ ഒരു ചേച്ചി ഇല്ലേ? ചേച്ചിയെന്നും അമ്മയെന്നും ചേർത്ത് ചേച്ചി അമ്മയെന്ന് വിളിച്ചാലോ? എന്നാ പിന്നെ അച്ഛനും കൂടെ ചേർത്ത് അച്ഛമ്മ ചേച്ചിന്ന് വിളിക്കാലോ? നീ പോടാ. ചേച്ചിയമ്മ എന്നുള്ളത് നല്ല പേരാ. നീ താങ്ക്സ് പറ. തിരക്ക് കൂട്ടണ്ട, ഇനി ഐസ്ക്രീം കിട്ടിയാലോ? മാഷ് ഇത് കഴിക്കാത്തോണ്ട് ഞങ്ങളും കഴിക്കാറില്ല. ഞാനിത് എന്തിനു വേണ്ടി കഴിക്കുക? വീട്ടിൽ ചിലപ്പോ മാഷിന്റെ കൂടെ ഞങ്ങളും പാടാറുണ്ടേ. ഓ, ശബ്ദം പതറിയ മാഷിന് ഇഷ്ടാവൂല. മാഷ് പാടിയ എല്ലാ പാട്ടും വീട്ടിലും പാടുവോ? ഞങ്ങളുടേത് മാത്രമായിട്ടൊരു പാട്ടുണ്ട്. എഴുതിയത് മാഷ്, സംഗീതം നൽകിയത് മാഷ്. എന്നെയും പഠിപ്പിക്കോ? പിന്നെന്താ, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് ചേർന്നോ? ഞാൻ തമാശ പറഞ്ഞല്ല, എനിക്ക് ഇന്ദുനെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായി. ഒരു കണക്കിന് എനിക്ക് അടി കിട്ടിയത് നന്നായി. എന്നെ ആദ്യമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരാൾ അംഗീകരിക്കുന്ന കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ലേ? നല്ല മുടിയാ ഇന്ദുന്റെ. ഞാൻ ഒത്തിരി എണ്ണ തേക്കുന്നോണ്ട് മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് സാരില്ല, ഷാംപൂ ഇട്ടാ മതി. എന്തേ ചേച്ചിക്ക് ഇതുപോലെ ആക്കണമെന്നുണ്ടോ? ഞങ്ങളുടെ മുടി ഇങ്ങനെ സിൽക്കാക്കി തരുവോ? മുടി മാത്രമല്ല, ഞാൻ ഈ മക്കളെ മുഴുവനും സിൽക്കാക്കി തരാം. പോരെ? പ്രേം, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഇവിടെ ഷൂട്ട് ചെയ്യാൻ 2 മണിക്കൂർ പെർമിഷൻ ഉള്ളൂ. ഓക്കേ ഓക്കേ ഓക്കേ, മതി. എല്ലാവർക്കും തരാം. ദേ മാധവൻ സാറ്.
ഇനി പിന്നെ പ്ലീസ് 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 പ്ലീസ്. സാർ ഞാനാണ് ഇന്ദു. നീ എന്താ കുട്ടികളെ പേടിപ്പിക്കാറിയിരിക്കുക? ഇതെന്താ കരടിയെ പോലെ? ഇന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് സാർ. നീ എന്താ നടിയാ? ഞാനൊരു മോഡലാ. ആ. ഇത് ഈജിപ്ഷ്യൻ വേഷം. എങ്ങനെയുണ്ട്? ഇതാണോ ഈജിപ്റ്റ്? ഭഗവാനെ, ഇക്കണക്കിന് നീ ആഫ്രിക്ക കെട്ടി എങ്ങനെ ഇരിക്കും? ആ കുട്ടിക്ക് മനസ്സിലായില്ലേ? ഭാര്യയെ തല്ലാൻ പാടില്ല എന്നും പറഞ്ഞ് ഉറഞ്ഞു തുള്ളി പ്രസംഗിച്ച ആ വെളിച്ചപ്പാടത്. ഞാനറിയും. 2 പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് ഐസ്ക്രീമിന്റെ. പക്ഷെ ആ സാധനം മാർക്കറ്റിൽ കിട്ടാൻ അതെന്താ? ആ കമ്പനി പൂട്ടിപ്പോയി. പക്ഷെ ഒരെണ്ണം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഭയങ്കര എരിവാ, തണുപ്പാ. നമസ്കാരം. നമസ്കാരം. ഹലോ ഞാൻ ഇന്നലെ ചേച്ചിയെ കണ്ടിരുന്നു. കുട്ടികളും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഒരുപാട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് നല്ല ജോളിയായിരുന്നു. നല്ല ജോളിയായിരുന്നു. ഇന്നലെ രാത്രി എല്ലാത്തിനും 103 ഡിഗ്രി പനിയായിരുന്നു. ഒരെണ്ണത്തിന് ശബ്ദമില്ല. രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ? സോറി സാർ. നീ എന്താ ഒരു 50,000 സോറിയും പൊതിഞ്ഞു കെട്ടിക്കൊണ്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? കാണുമ്പോ ഓരോന്നിങ്ങനെ മുമ്പിലേക്ക് എറിഞ്ഞു തരാൻ. സാർ ഏ? ഇതെന്റെ കസിനാ, ആ. ഈ ആഡിന്റെ സംവിധായകൻ. സിനിമാ പ്രേമിയാണ്. മുഖം കാണിക്കാൻ താല്പര്യമുണ്ട്. കാണിച്ചോളൂ നോക്കട്ടെ. അതല്ല സാർ, ഏ? സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഓ. സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പേര് ഋഷി. കൃഷിയാ? കൃഷിയല്ല സാർ, ഋഷി. ഓ, എങ്കി പിന്നെ കൃഷി നടക്കട്ടെ. നമ്മടും ഇയാളാര് ദേവേന്ദ്രനോ ഇങ്ങനെ ഷൈൻ ചെയ്യാൻ? എന്താ സംശയം? ശരിക്കും ദേവേന്ദ്രനാ? അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്വയം മറന്ന് ആരാധിക്കോ? നീ ആരാധിച്ചോ? ആ ആരാധനയിലൂടെ എന്റെ ചാൻസ് ഒന്ന് ശരിയാക്കി തരണം. അയാള് പാടുന്ന പടത്തില് ഒരു ചാൻസ് കിട്ടിയാ മതി. ഒക്കെ നിന്റെ തലവര പോലെ ഇരിക്കും. ഇനി എത്ര ഷോട്ട് ഉണ്ട്? വേഗം തീർക്കണം. എനിക്കിന്ന് ഒരാളുടെ മുടി സിൽക്ക് ആക്കി മാറ്റാനുണ്ട്. സിൽക്കോ? അതെ, സിൽക്ക്. നിങ്ങൾ ആരാ? മനുഷ്യ വേഷം മറന്ന് കണ്ടില്ലേ? ആരാധന മൂത്ത് പെണ്ണുങ്ങളെ കിടപ്പുമുറിയിലും കയറി തുടങ്ങിയോ? എന്നെ പ്രലോഭിക്കാതെ പുറത്തു പോകൂ. ഓഹോ, അപ്പൊ കലാകാരന്റെ നിയന്ത്രണങ്ങളൊക്കെ മുടി സിൽക്കായതോടെ തീരുമല്ലേ? പ്ലീസ് പുറത്തു പോകൂ. ഞാൻ ഈ വേഷം ഒന്ന് മാറ്റിക്കോട്ടെ. ദേ ഇങ്ങനെ ആരാധിച്ച ഞാൻ ഇനി പാടില്ല കേട്ടോ. ദൈവത്താണ് പാടില്ല. അയ്യോ മാഷേ, ഇത് ഞാനാ, മാഷിന്റെ ചന്ദ്രമതി. ഹൗ ആർ യു? ഹൗ ഡു ഹൗ ആർ യു? ഹൗ ഡു യു ആർ? ഡു ഏ? We are from Kerala. My Mash is a singer. കറക്റ്റ്. We have 4 children. വെരി ഗുഡ്. You naughty. See you. Thank you. ഓക്കേ, go to the next one. പടച്ച തമ്പുരാനെ, Next ഇത് page. ഏത് ഭാഷ? Do you like to have some coffee? Coffee it is. Yes, coffee. Spell it. COFFY. Fifio. അടി. ഓർമ്മ. COFFE coffee. ഇങ്ങനെ പോയാ within 10 days you will catch the best accent. ഏത് പാർട്ടിയിലും ആര് വേണമെങ്കിലും വരട്ടെ ചേച്ചി. Speak bravely. Let them see you on the most enchanting form. അല്ലേ? Correct. Now we'll make some sentences. Yes. Start. ഇങ്ങതാ, സാറിന് നല്ല കാലം വരുന്നുണ്ട്. അതിന്റെ ലക്ഷണം ഞാൻ കണ്ടു. എത്രയോ പ്രോഗ്രാമുകളിൽ ചേച്ചി കാരണം സാറിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സൗഹൃദങ്ങൾ മുറിവേറ്റി പിടഞ്ഞിട്ടുണ്ട്. പല കേസുകളും പരിഹരിക്കാതെ കിടക്കുന്നുണ്ട്. താൻ എന്നെ പേടിപ്പിക്കുക അല്ല, സമാധാനിപ്പിക്കുക. ഇനി അതൊന്നും ഉണ്ടാവൂല. ചേച്ചിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒരു ശ്രുതി മാറ്റം ഞാൻ കാണുന്നുണ്ട്. ഇതുവരെ കാണാത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. വന്നേ. India is our country. അയ്യോ, എന്റെ അണ്ണമാരെ നാട്ടിൽ അങ്ങനെ വിളിക്കുന്നേ, കൺട്രികളെന്ന്. Okay, my family joins me in wishing you all the best. Ma'am എന്നല്ല, repeat. ഫാമിലി ജോയിൻസ്. My family joins me in wishing you all the best. 10 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് മലയാളത്തിൽ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാ. ഇനി സാറിന് ചേച്ചി ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടോ. എനിക്ക് വയ്യ. ഇനി ഇപ്പൊ കാര്യമായിട്ട് നമുക്കൊരു പ്രോഗ്രാം വരുന്നത് മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ്. സാർ നോക്കിക്കോ, ചേച്ചി അവിടെ എല്ലാവരെയും ഒന്ന് അത്ഭുതപ്പെടുത്തും. Hey, see your Ramji's performance. I invite Mrs. Chandramati Madhavan to present the bouquet to our chief guest, Mrs. Menon. അമ്മച്ചി ഒരു കലക്ക് കലക്കും. ഭഗവാനേ. All the best. Thank you, ma'am. Welcome.
happy to see you all, and also I will be ever grateful to you. Thank you. നമസ്കാരം. Sure, 1 minute. Ladies and gentlemen, gentlemen and ladies, thank you. I give bouquet to that gentleman. We ladies should catch direct like my husband. Actually, we ladies stronger than if ആണുങ്ങളെ കാട്ടിലും. Every female ladies are very strong. You want to go to the floor over here? You can get out. വണ്ടി വിട്ടോ സാർ. Very supportive. So I am so happy. I will be all this because what I am telling you is our relationship is not I always should say that please I'm very strong. My very good friend. ഇത് മാധവ സാറിന്റെ കാറാ. നീ ആരാടി? മാധവ സാറിന്റെ അമ്മൂമ്മ എടുക്കണ വണ്ടി.